നമസ്കാരം. സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ തമ്മിൽ മക്കയിൽ വച്ച് ഒപ്പുവെച്ച സുരക്ഷാ കരാർ ആഗോള ഭൗമരാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു ചർച്ചയായിരിക്കുകയാണ്. ഇസ്ലാമിക് നാറ്റോ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ സഖ്യം മിഡിൽ ഈസ്റ്റിലെ വർദ്ധിച്ചു വരുന്ന സുരക്ഷാ വെല്ലുവിളികളെയും പ്രാദേശിക അസ്ഥിരതകളെയും നേരിടാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് എന്നാണ് അവകാശപ്പെടുന്നത്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ, തുർക്കി പ്രസിഡന്റ് എർദോഗാൻ, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എന്നിവർ ഒപ്പുവെച്ച ഈ കരാർ ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന ആക്രമണം സഖ്യത്തിലെ 3 രാജ്യങ്ങൾക്കും നേരെയുള്ള ആക്രമണമായി കണക്കാക്കുമെന്ന വ്യവസ്ഥ ഉൾക്കൊള്ളുന്നതാണ്. ഒരു തരത്തിൽ ഈ പ്രതിരോധ കൂട്ടുകെട്ട് മിഡിൽ ഈസ്റ്റിലെ മാറിക്കൊണ്ടിരിക്കുന്ന ശക്തി സമവാക്യങ്ങളെയും സൗദി അറേബ്യയുടെ ആഴത്തിലുള്ള അരക്ഷിതാവസ്ഥയുടെയും വ്യക്തമായ പ്രതിഫലനമാണ്. പതിറ്റാണ്ടുകളായി അമേരിക്കയുടെ സുരക്ഷാ കവചത്തിനുള്ളിൽ സുരക്ഷിതമായിരുന്ന സൗദി അറേബ്യ ഇന്ന് അതീവ ഗൗരവമായ വെല്ലുവിളികളെയാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ഇറാനുമായുള്ള സംഘർഷം മൂർച്ഛിക്കുകയും തങ്ങളുടെ എണ്ണശേഖരവും സാമ്പത്തിക ഇടനാഴികളും ആക്രമിക്കപ്പെടുകയും ചെയ്തതോടെ സൗദി ഭരണകൂടം വലിയ സമ്മർദ്ദത്തിലായി. ഹൂതികളുടെ ആക്രമണങ്ങൾ സൗദിയുടെ എണ്ണ കയറ്റുമതിയെയും റെഡ് സീ വഴിയുള്ള അഥവാ ചെങ്കടൽ വഴിയുള്ള ചരക്കു നീക്കത്തെയും ഗുരുതരമായി ബാധിച്ചു. തങ്ങളുടെ പക്കലുണ്ടായിരുന്ന പാട്രിയറ്റ് ഇൻ്റർസെപ്റ്റർ മിസൈലുകളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായതും അമേരിക്കൻ സുരക്ഷാ സംവിധാനങ്ങൾ പൂർണ്ണമായി ഫലപ്രദമല്ലെന്ന് ബോധ്യപ്പെട്ടതുമാണ് പുതിയൊരു സുരക്ഷാ കൂട്ടുകെട്ടിലേക്ക് സൗദിയെ നയിച്ചത്. സ്വന്തം നിലയ്ക്ക് പ്രതിരോധം തീർക്കാൻ കഴിയാതെ വരുമ്പോൾ ഇസ്ലാമിക ലോകത്തെ മറ്റ് സൈനിക ശക്തികളെ ഒപ്പം നിർത്തി സുരക്ഷ ഉറപ്പാക്കുക എന്ന തന്ത്രമാണ് സൗദി ഇവിടെ പയറ്റുന്നത്. ഈ സഖ്യത്തിൻ്റെ പിന്നിലെ അവിഭാജ്യ ഘടകമായ തുർക്കിയും പാകിസ്ഥാനും അതീവ തന്ത്രപ്രധാനമായ പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് സൗദിയുടെ പക്ഷം. തുർക്കിയുടെ സാങ്കേതിക വിദ്യയും ഡ്രോൺ നിർമ്മാണ മേഖലയിലുള്ള മികവും സൗദിക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. മറുവശത്ത് വലിയ കടക്കണിയിലാണെങ്കിലും ആണവായുധ ശേഷിയുള്ള ഏക മുസ്ലിം രാജ്യമായ പാകിസ്ഥാൻ്റെ സാന്നിധ്യവും ഈ സഖ്യത്തിന് വലിയ ആത്മവിശ്വാസം നൽകുന്നുവെന്ന് സൗദി വിശ്വസിക്കുന്നു. നേരത്തെ സൗദിയുമായി ഇടഞ്ഞു നിന്നിരുന്ന തുർക്കി പിന്നീട് നയതന്ത്രപരമായ വിട്ടുവീഴ്ചകളിലൂടെ സൗദിയുമായി കൈകോർത്ത് മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ സൂചനയാണ്. മുസ്ലിം ബ്രദർഹുഡ് പോലെയുള്ള ഭീകര സംഘടനകളെ പിന്തുണച്ചിരുന്ന തുർക്കിയും അവയെ എതിർത്തിരുന്ന സൗദിയും ഇപ്പോൾ ഒരേ പ്ലാറ്റ്ഫോമിൽ എത്തിയത് പൊതുശത്രുവിനെതിരെയുള്ള അവരുടെ ഒത്തുതീർപ്പിൻ്റെ ഭാഗമാണ്. ഈ കരാർ കേവലം ഒരു സൈനിക സഖ്യം മാത്രമായിരിക്കില്ല. സൗദിയുടെ ദീർഘകാല സ്വപ്നമായ വിഷൻ 2030 പദ്ധതികളുടെ സംരക്ഷണം കൂടിയാണ് ലക്ഷ്യമിടുന്നത്. യുദ്ധവും സംഘർഷങ്ങളും കാരണം സൗദിയുടെ സാമ്പത്തിക പദ്ധതികൾ പലതും പ്രതിസന്ധിയിലാണ്. നിക്ഷേപകരുടെ വിശ്വാസം വീണ്ടെടുക്കാനും രാജ്യത്തിൻ്റെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കാനും സമാധാനപരമായ അന്തരീക്ഷം സൗദിക്ക് അനിവാര്യമാണ്. കൂടാതെ രാജ്യത്തിനകത്ത് വളർന്നുവരുന്ന യുവതലമുറയുടെ അസ്വസ്ഥതകളും ആഭ്യന്തര സുരക്ഷാ പ്രശ്നങ്ങളും സൗദി രാജകുടുംബത്തിന് വലിയൊരു ഭീഷണിയാണ്. ഇത്തരമൊരു സഖ്യം രൂപീകരിക്കുന്നതിലൂടെ ഇറാനിൽ നിന്നും ഹൂതികളിൽ നിന്നും മാത്രമല്ല മുസ്ലിം ലോകത്തെ തങ്ങളുടെ നേതൃത്വത്തിനെതിരെ ഉയർന്നു വരുന്ന ഏത് വെല്ലുവിളികളെയും പ്രതിരോധിക്കാൻ സൗദി ശ്രമിക്കുന്നു. ചുരുക്കത്തിൽ സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഈ പുതിയ ഇസ്ലാമിക പ്രതിരോധ സഖ്യം മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ ആധിപത്യത്തിന് ബദലായോ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രാദേശിക സുരക്ഷാ സംവിധാനമായോ വളരാൻ സാധ്യതയുണ്ട്. പാകിസ്ഥാൻ്റെ ആണവായുധങ്ങളും തുർക്കിയുടെ നയതന്ത്ര സാങ്കേതിക മികവും സൗദിയുടെ സാമ്പത്തിക ഭദ്രതയും ഒന്നിക്കുമ്പോൾ ഈ സഖ്യം പ്രദേശത്ത് വലിയ സ്വാധീനം ചെലുത്തുമെന്ന് സൗദി കരുതുന്നു. എന്നാൽ ഈ സഖ്യം യഥാർത്ഥത്തിൽ സമാധാനമാണോ അതോ മേഖലയിൽ കൂടുതൽ സംഘർഷങ്ങളാണോ കൊണ്ടുവരിക എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും ആഗോള ശക്തികളുടെ സമ്മർദ്ദങ്ങൾക്കിടയിലും സ്വന്തം സുരക്ഷയും നേതൃത്വവും ഉറപ്പുവരുത്താൻ സൗദി അറേബ്യ നടത്തുന്ന ഈ ഗൗരവകരമായ ശ്രമം വരും വർഷങ്ങളിൽ മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയത്തിൽ നിർണായകമായിരിക്കും. ഈ പുതിയ പ്രതിരോധ സഖ്യം ആഗോള ഭൗമരാഷ്ട്രീയ രംഗത്ത് വലിയ ചർച്ചാ വിഷയമാകുമ്പോൾ ഇത് ഭാരതത്തിൻ്റെ സുരക്ഷാ തന്ത്രങ്ങളെയും വിദേശ നയത്തെയും എങ്ങനെ ബാധിക്കുമെന്നത് അതീവ ഗൗരവത്തോടെ വിലയിരുത്തേണ്ട ഒന്നാണ്. ഈ കൂട്ടുകെട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചില നയതന്ത്ര വെല്ലുവിളികളും കരുതലോടെയുള്ള സമീപനവും ആവശ്യപ്പെടുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. പരമ്പരാഗതമായി ഇന്ത്യയുമായി അടുത്ത സൗഹൃദം പുലർത്തുന്ന സൗദി അറേബ്യ പാകിസ്ഥാനും തുർക്കിയുമായി ചേർന്ന് ഒരു സൈനിക സഖ്യത്തിൽ ഒപ്പുവയ്ക്കുമ്പോൾ അത് ദക്ഷിണേഷ്യയിലെയും പശ്ചിമേഷ്യയിലെയും ശക്തി സമവാക്യങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. ഈ പുതിയ സഖ്യം ഇന്ത്യയെ സ്വാധീനിക്കുന്നതിൽ ഏറ്റവും പ്രധാനം പാകിസ്ഥാൻ്റെ സൈനിക ശേഷിയിലും നയതന്ത്ര നിലപാടുകളിലും ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. സഖ്യത്തിൻ്റെ ഭാഗമായി പാകിസ്ഥാന് ലഭിക്കുന്ന സാമ്പത്തിക പിന്തുണയും
സൗദി തുർക്കി രാജ്യങ്ങളുമായുള്ള പ്രതിരോധ സഹകരണവും അവരുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കാൻ ഇടയാക്കും. പ്രത്യേകിച്ച് ഡ്രോൺ നിർമ്മാണത്തിലും അത്യാധുനിക സൈനിക സാങ്കേതിക വിദ്യയിലും മുൻപന്തിയിലുള്ള തുർക്കിയുടെ സഹായം പാകിസ്ഥാന് ലഭിക്കുന്നത് ഇന്ത്യയുടെ സുരക്ഷാ കാര്യങ്ങളിൽ അധിക വെല്ലുവിളികൾ സൃഷ്ടിച്ചേക്കാം. കൂടാതെ അന്താരാഷ്ട്ര വേദികളിൽ കശ്മീർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കാൻ തുർക്കി മുൻപും തയ്യാറായിട്ടുണ്ട്. സഖ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ തുർക്കിയുടെ ഈ സ്വാധീനം പാകിസ്ഥാൻ തങ്ങൾക്ക് അനുകൂലമായി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചേക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. അതേസമയം പശ്ചിമേഷ്യയിലെ ഇന്ത്യയുടെ നയതന്ത്ര സന്തുലിതാവസ്ഥയെയും ഈ സഖ്യം പരീക്ഷിച്ചേക്കാം. ഊർജ്ജ സുരക്ഷയ്ക്കും കോടിക്കണക്കിന് വരുന്ന പ്രവാസികളുടെ തൊഴിലിനും സുപ്രധാന പങ്കുവഹിക്കുന്ന സൗദി അറേബ്യയും UAEയും പോലെയുള്ള രാജ്യങ്ങളുമായി ഇന്ത്യ വളരെ അടുത്ത ബന്ധമാണ് പുലർത്തുന്നത്. എന്നാൽ ഈ രാജ്യങ്ങൾ പാകിസ്ഥാനുമായി ചേർന്ന് ഒരു പ്രത്യേക സുരക്ഷാ കൂട്ടായ്മ രൂപീകരിക്കുമ്പോൾ മിഡിൽ ഈസ്റ്റിലെ പരസ്പര ബന്ധങ്ങളിൽ ഇന്ത്യ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ചൈനയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന പാകിസ്ഥാനും തുർക്കിയും സൗദിയുമായി കൈകോർക്കുന്നത് ഏഷ്യൻ മേഖലയിൽ ഇന്ത്യക്കെതിരെ രൂപപ്പെടുന്ന പുതിയൊരു തന്ത്രപരമായ സമവാക്യമായി മാറുമോ എന്ന നിരീക്ഷകരുടെ വിലയിരുത്തലുകളും തള്ളിക്കളയാൻ സാധിക്കില്ല. എങ്കിലും ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിൽ നിലവിലുള്ള ഉഭയകക്ഷി ബന്ധം കേവലം സാമ്പത്തിക സഹകരണത്തിനുമപ്പുറം ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിലും പരസ്പര വിശ്വാസത്തിലുമാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. എങ്കിലും ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിൽ നിലവിലുള്ള ഉഭയകക്ഷി ബന്ധം കേവലം സാമ്പത്തിക സഹകരണത്തിനുമപ്പുറം ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിലും പരസ്പര വിശ്വാസത്തിലുമാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. സൗദി അറേബ്യയുമായുള്ള ഇന്ത്യയുടെ ശക്തമായ ബന്ധം പെട്ടെന്ന് തകരില്ല എങ്കിലും പാകിസ്ഥാൻ്റെ സഖ്യപ്രവേശം ഇന്ത്യയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും നയതന്ത്ര വിദഗ്ധരുടെയും ഭാഗത്തു നിന്നും കൂടുതൽ ശ്രദ്ധയും മുൻകരുതലുകളും ആവശ്യപ്പെടുന്നുണ്ട്. മാറിക്കൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് ദേശീയ സുരക്ഷയ്ക്ക് മുൻഗണന നൽകി ഇന്ത്യയുടെ തന്ത്രപരമായ നയങ്ങൾ രൂപീകരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.